ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഹെറിറ്റൻസ് പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ ഇൻഹെറിറ്റൻസ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്, ഇതൊന്നും ജാവയിൽ ഡയറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരമാണ് ഇൻ്റർഫേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇൻ്റർഫേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത് ഡയറക്റ്റായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല ജാവയിൽ. ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്, ഹൈബ്രിഡ് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ മൾട്ടി ലെവലിൻ്റെയും കൂടി കോമ്പിനേഷനാണ് അല്ലേ. അപ്പോൾ മൾട്ടിപ്പിളും കൂടി അതിൽ വരുന്നുണ്ട്. സോ ഡയറക്റ്റായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ ദാറ്റ് വി ആർ യൂസിങ് ഇൻ്റർഫേസസ്. ഓക്കെ, ഇപ്പോൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ നിന്നും ഒന്നിൽ കൂടുതൽ പാരൻറ്റ് ക്ലാസ്സിൽ നിന്നും ഒരു ക്ലാസ് ഡിറൈവ് ചെയ്തതിനെ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനെ തിരിച്ച് വരച്ച് എങ്ങനെ വരും, അത് അതെന്താ വരിക, ഹൈറാർക്കിക്കലാകും അല്ലേ. ഇനി നമ്മൾ ഇൻ്റർഫേസുകൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കീവേഡുകളാണ് യൂസ് ചെയ്യുക. ഒന്ന് ഇൻ്റർഫേസ് എന്ന് പറയുന്ന കീവേഡ്, ദെൻ ഇംപ്ലിമെൻറ്റ്സ്. ഇപ്പോൾ ഇൻ്റർഫേസ് എന്ന് യൂസ് ചെയ്യും, ഇംപ്ലിമെൻ്റ് എന്ന് യൂസ് ചെയ്യും. ഓക്കെ, ഇൻ്റർഫേസിനകത്ത് അബ്സ്ട്രാക്റ്റ് മെത്തേഡ് മാത്രമായിരിക്കും. ഒരു സാമ്പിൾ പ്രോഗ്രാം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതാണ് ഇൻ്റർഫേസിൻ്റെ സിൻടാക്സ്. ഇൻ്റർഫേസ് എന്ന് പറയുന്ന കീവേഡ് സ്മാൾ ലെറ്റേഴ്സിൽ ഫോളോഡ് ബൈ നമ്മൾക്ക് എന്താണ് ഇൻ്റർഫേസിൻ്റെ നെയിം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഇൻ്റർഫേസിൻ്റെ നെയിം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേരിയബിൾസും മെത്തേഡ്സും ഡാറ്റ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷൻസും. ഓക്കെ, സോ ജനറൽ സിൻടാക്സ് പറയുന്നത് ഇൻ്റർഫേസ് എന്നുള്ള കീവേഡ്, ദെൻ ഇൻ്റർഫേസ് നെയിം, ദെൻ അതിനകത്ത് വേരിയബിൾസും ഫംഗ്ഷൻസും. ഇനി ഒന്നിൽ കൂടുതൽ ഇൻ്റർഫേസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഇൻ്റർഫേസുകൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ക്ലാസ് നെയിം, ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന കീവേഡ്, ദെൻ എത്ര ഇൻ്റർഫേസ് ഉണ്ടോ അത്രയും ഇൻ്റർഫേസ് കോമൺ ആയിട്ട് എഴുതുക. ഓക്കെ, സോ ക്ലാസ് നെയിം, ഇംപ്ലിമെൻറ്റ്സ്, ഇൻ്റർഫേസ് 1, ഇൻ്റർഫേസ് 2. ഓക്കെ, ആൻഡ് സോ ഓൺ. നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ഇപ്പോൾ നോക്കുക, ഞാൻ ഈ ഹൈറാർക്കി, അതായത് ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെ ഫിഗർ അല്ലേ ഇത് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ആദ്യം എ എന്ന് പറയുന്ന എന്തെഴുതി, എ എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് എഴുതി, അതിനുശേഷം ബി എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് എഴുതണം അല്ലേ. സോ എങ്ങനെ എഴുതി, ഇൻ്റർഫേസ് എ. സോ എ എഴുതി നമ്മൾ, അതിനകത്ത് ഞാനൊരു മെത്തേഡ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ദെൻ ഇപ്പോൾ ഇതിനകത്ത് ഒരിക്കലും ഡെഫിനിഷൻ കൊടുക്കരുത് മെത്തേഡിൻ്റെ, ജസ്റ്റ് മെത്തേഡ് മാത്രം സ്പെസിഫൈ ചെയ്യുക. ദെൻ ബി എന്ന് പറയുന്ന നെക്സ്റ്റ് ഇൻ്റർഫേസ് എഴുതി, അതിന് ഞാനകത്ത് ഡിസ്പ് ബി എന്ന് പറയുന്ന മെത്തേഡ് ഞാൻ ഡിഫൈൻ ചെയ്യല്ല, ഞാനിവിടെ എഴുതി ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി എന്താണ്, ക്ലാസ് സി ആണ് അല്ലേ, ഇത് ചൈൽഡ് ക്ലാസ് ആണ്. ഈ ചൈൽഡ് ക്ലാസ് എന്താണ്, ഈ 2 ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്ത ക്ലാസ് ആണ്. സോ നമ്മൾ എങ്ങനെയാണ് ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട് നമ്മളിത് എഴുതുക, ക്ലാസ് സി ഇംപ്ലിമെൻറ്റ്സ് ഇൻ്റർഫേസ് എ കോമ ഇൻ്റർഫേസ് ബി. ഓക്കെ, ദാറ്റ് ഈസ് ക്ലാസ് സി ഇംപ്ലിമെൻറ്റ്സ് ഇൻ്റർഫേസ് എ കോമ ബി എന്ന് എഴുതുക. ഓക്കെ, സോ ആദ്യം ഇൻ്റർഫേസുകൾ ഡിക്ലെയർ ചെയ്യുക, അതിന് ശേഷം നമ്മൾ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നോക്കുക, ക്ലാസ് സി ഇംപ്ലിമെൻറ്റ്സ് ഇൻ്റർഫേസിൻ്റെ പേരെന്താണ്, എ കോമ നെക്സ്റ്റ് ഇൻ്റർഫേസിൻ്റെ പേര് ബി. എന്നിട്ട് അതിനകത്ത് അപ്പോഴാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസിനകത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുക്കരുത്, ജസ്റ്റ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ മാത്രം കൊടുക്കുക. അപ്പോൾ നോക്കുക, വോയിഡ് ക്ലാസ് സി ഇംപ്ലിമെൻറ്റ്സ് ഇൻ്റർഫേസിൻ്റെ പേര് എ, ദ നെക്സ്റ്റ് ഇൻ്റർഫേസ് ബി. ഇനി ഞാൻ എനകത്തുള്ള ഡിസ്പ് എ ഞാൻ ഡിഫൈൻ ചെയ്തു, ഇൻ്റർഫേസ് ബിക്കകത്തുള്ള ഡിസ്പ് ബി എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ ഇതിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ക്ലാസ് സി എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷൻ എഴുതണം. സോ മെയിൻ ഫംഗ്ഷൻ്റെ മെയിൻ ഫംഗ്ഷനകത്ത് എന്ത് ചെയ്തു, ചൈൽഡ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഏത് 2 ഫംഗ്ഷനെയും കോൾ ചെയ്തു, ഇൻ്റർഫേസ് എക്കകത്തുള്ള ഫംഗ്ഷനെയും ഇൻ്റർഫേസ് ബിക്കകത്തുള്ള ഫംഗ്ഷനെയും ഞാൻ കോൾ ചെയ്തു. ഓക്കെ, സോ ഡിസ്പ് എയും ഡിസ്പ് ബിയും കോൾ ചെയ്തു. സോ ഇൻ്റർഫേസ് നമ്മൾ എങ്ങനെ എഴുതുക, ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ്സും യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ എഴുതുക, ഏതൊക്കെയാണോ ഇൻ്റർഫേസുകൾ ആ ഇൻ്റർഫേസുകൾ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത് വെക്കുക. സോ ഇൻ്റർഫേസ് സ്പേസ് ഇൻ്റർഫേസ് നെയിം, ഇൻ്റർഫേസ് സ്പേസ് ഇൻ്റർഫേസ് നെയിം, 2 ഇൻ്റർഫേസുകൾ. അതിനകത്ത് മെത്തേഡ്സ് ഉണ്ടെങ്കിൽ ആ മെത്തേഡ്സിൻ്റെ ഡെഫിനിഷൻ ഒരിക്കലും ഉള്ളിൽ കൊടുക്കരുത്, ജസ്റ്റ് ഡിക്ലെയർ ചെയ്ത് മാത്രം വെക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ചൈൽഡ് ക്ലാസ് ആണ് സി എന്ന് പറയുന്നത്. സോ സിയിലേക്കാണ് ഇത് 2 ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ക്ലാസ് സി ഇംപ്ലിമെൻറ്റ്സ് എ കോമ ബി. ഓക്കെ, സോ എ ബി പറഞ്ഞ 2 ഇൻ്റർഫേസുകൾ ക്ലാസ് സി. ഓക്കെ, സി പറഞ്ഞ ക്ലാസ് ചൈൽഡ് ക്ലാസ് എവിടെ നിന്ന് വന്നു, എയും ബിയിൽ നിന്നും.
ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഇൻഹെറിറ്റൻസിൽ എക്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത് അല്ലേ. പക്ഷേ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അലോഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ ഇൻ്റർഫേസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇൻ്റർഫേസും ഇംപ്ലിമെൻറ്റും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇൻ്റർഫേസ് എഴുതുമ്പോൾ ഇൻ്റർഫേസിനകത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുക്കരുത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ എപ്പോഴും ഇൻ്റർഫേസ് അല്ലാത്ത, അതായത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നിടത്താണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഫംഗ്ഷൻ ഡെഫിനിഷൻസ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഡിസ്പ് എ ഡിസ്പ് ബി എന്ന് പറയുന്ന രണ്ട് മെത്തേഡ്സ്, ഇൻ്റർഫേസിൽ ഡിഫൈൻ ചെയ്ത രണ്ട് മെത്തേഡ്സും ഡിക്ലെയർ ചെയ്ത രണ്ട് മെത്തേഡ്സും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ചൈൽഡ് ക്ലാസ്സിനകത്താണ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതണം. മെയിൻ ഫംഗ്ഷന് ഒരു ക്ലാസ്സിനകത്താണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ക്ലാസ് ഇൻഫ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഞാൻ മെയിൻ ഫംഗ്ഷൻ എഴുതി. അതിനകത്ത് ഞാൻ ചൈൽഡ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ഏതാച്ചാൽ ക്ലാസ് നെയിം പിന്നെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്. ദെൻ ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ രണ്ട് മെത്തേഡിനെയും കോൾ ചെയ്തു. സോ നമുക്ക് എന്താ ഔട്ട്പുട്ട് വരിക, ഡിസ്പ് എക്കകത്ത് ഡിസ്പ് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യും, ഡിസ്പ് ബിക്കകത്ത് ഡിസ്പ് ബി. സോ ഔട്ട്പുട്ട് പറയുന്നത് ഡിസ്പ് എ ഡിസ്പ് ബി, ഡിസ്പ്ലേ എ ഡിസ്പ്ലേ ബി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർഫേസ് വെച്ചിട്ട് പ്രോഗ്രാം എഴുതുക. പിന്നെ ഒരു ചെറുതായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സും ഇൻ്റർഫേസും, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് അബ്സ്ട്രാക്റ്റ് നോൺ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അബ്സ്ട്രാക്റ്റ് ക്ലാസ് പഠിക്കുന്ന സമയത്ത് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് സാധാ മെത്തേഡും വരും, അബ്സ്ട്രാക്റ്റ് മെത്തേഡും വരും അല്ലേ. പക്ഷേ ഇൻ്റർഫേസിനകത്ത് ഓൺലി അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് മാത്രമാണ് വരിക. ഓക്കെ, സോ ഞാൻ ഇതിവിടെ എഴുതാൻ വിട്ടുപോയി. സോ ഇവിടെ എന്ത് കൊടുക്കണം, അബ്സ്ട്രാക്റ്റ് വോയിഡ് ഡിസ്പ് എന്ന് കൊടുക്കുക, ഇവിടെ അബ്സ്ട്രാക്റ്റ് വോയിഡ് ഡിസ്പ് ബി എന്ന് കൊടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ അബ്സ്ട്രാക്റ്റ് ഒന്നും എഴുതിയിട്ടില്ല. നമുക്കറിയാലോ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഡെഫിനിഷൻ അതിൻ്റെ കൂടെ എഴുതില്ല. നെക്സ്റ്റ്, അബ്സ്ട്രാക്റ്റ് ക്ലാസ് ഡസ് നോട്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അല്ലേ. അബ്സ്ട്രാക്റ്റ് ക്ലാസ് അതായത് സാധാരണ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എവിടെ സപ്പോർട്ട് ചെയ്യുക, ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ട്. സോ ഇൻ്റർഫേസ് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. പിന്നെ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് ഫൈനൽ വേരിയബിൾസ്, നോൺ ഫൈനൽ, സ്റ്റാറ്റിക്, നോൺ സ്റ്റാറ്റിക് വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യും. പക്ഷേ ഇൻ്റർഫേസിനകത്ത് സ്റ്റാറ്റിക് വേരിയബിൾസും ഫൈനൽ വേരിയബിൾസും മാത്രമായിരിക്കും ഉണ്ടാവുക. ദെൻ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് സിമിലർ ആയിട്ടുള്ള മെത്തേഡ്, സ്റ്റാറ്റിക് മെത്തേഡ്, മെയിൻ, കൺസ്ട്രക്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇൻ്റർഫേസിനകത്ത് സ്റ്റാറ്റിക് മെത്തേഡ്സ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് മാത്രമാണ് ഉണ്ടാവുക. ദെൻ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ക്യാൻ പ്രൊവൈഡ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻ്റർഫേസ്. Then interface cannot provide the implementation of abstract class. Next, abstract keyword, then interface keyword. Example, abstract class എഴുതാൻ അറിയാലോ, abstract എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ട് abstract class എഴുതി. നമ്മൾ ഇൻ്റർഫേസ് എഴുതുമ്പോൾ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ട് എഴുതി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇൻ്റർഫേസ്.